സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ അവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതാ ഇവിടെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞെടുത്തിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതാ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മെൽറ്റായിട്ട് പാനൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇതേപോലെ പഴം എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ അതാ രണ്ട് സൈഡും കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ തേനോടും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കിത് നമ്മൾ ഏത് പാത്രത്തിലാണ് സെർവ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ബദാമും വാൾനട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് മോഹൻലാൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഡെസേർട്ടാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.